viewers, welcome back to my channel. Apoliki nammal video aayittu vannikkунde korchu days aayi nammal video ittittu korchu busy aayi poi ennu enna anengil parayam. Appo inne again nammal video aayittu vannikkунde innathe video endanu vecha idu oru paadu perkku useful aavuna oru video aayirikkum idannaanu enikku thonunnu because ellarkum avashyamalla oru karyana nalla face wash ipo youtube il oru paadu videos undu nalla face wash ne kurichu ipo njan parayunnu ee ഞാൻ കുറച്ച് ഫേസ് വാഷ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഫേസ് വാഷിനെ കുറിച്ച് തന്നെ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്റെ അഭിപ്രായമാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു, എനിക്ക് എങ്ങനെ യൂസ്ഫുൾ ആയി, എന്തൊക്കെയാണ് എനിക്ക് തോന്നിയ ബെനിഫിറ്റ്, എന്തൊക്കെയാണ് എനിക്ക് തോന്നിയ ഇഷ്ടക്കേടുകൾ, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ വേറൊന്നുമല്ല, ഞാനൊരു 3 ഫേസ് വാഷാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനകത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്, അതിന് താഴെയുള്ള റേഞ്ച് ഉണ്ട്, ഒരുപാട് റേറ്റ് കുറഞ്ഞൊരു ഫേസ് വാഷും ഉണ്ട്. ഈ 3 ഫേസ് വാഷും എനിക്ക് യൂസ് ചെയ്ത് നല്ല ബെസ്റ്റ് റിസൾട്ട് തന്ന 3 ഫേസ് വാഷാണ്. ബെസ്റ്റ് റിസൾട്ട് തന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ റിസൾട്ട് തരിക എന്നതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കൊരു കംഫോർട്ട് ഉണ്ടല്ലോ, നമുക്ക് എന്തിനേക്കാൾ ഉപരി ഒരു കംഫോർട്ട്, നമ്മുടെ ഒരു പേഴ്സണലി ഉള്ള ഒരു ഇഷ്ടം, നമുക്കൊരു കാര്യത്തോടുള്ള ഇഷ്ടം, നമുക്ക് അത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയി, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ആ ഫേസ് വാഷിലൂടെ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് റിവ്യൂ ആയിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമായിട്ട് വേണമെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അത് ഞാൻ പറയുന്നത് എനിക്കെങ്ങനെ യൂസ്ഫുൾ ആയി, എനിക്കെങ്ങനെ ഇഷ്ടപ്പെട്ടു, എൻ്റെ സ്കിന്നിന്, എൻ്റെ ഫേസിന് അതെങ്ങനെ സ്യൂട്ടായി, അല്ലെങ്കിൽ എൻ്റെ ഹെയറിന് അതെങ്ങനെ സ്യൂട്ടായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഓരോ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ. ബിക്കോസ് എൻ്റെ സ്കിൻ ടൈപ്പ് അല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, എൻ്റെ ഹെയർ ടൈപ്പ് അല്ല നിങ്ങളുടെ ഹെയർ ടൈപ്പ്, ഓരോരുത്തരും വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് ഓരോ പ്രോഡക്റ്റുകളും ഓരോരുത്തരിൽ അത് ആക്റ്റീവ് ആവുന്നത് വ്യത്യസ്തമായ രീതിയിലൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 ഫേസ് വാഷ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ വോഗിന്റെ ആപ്പിൾ സിഡർ വിനെഗർ ഫോമിംഗ് ഫേസ് വാഷ് ആണ്. നെക്സ്റ്റ് വൺ ലോട്ടസ് ഹെർബൽസിന്റെ ഒരു ഫേഷ്യൽ ഫോം ആണ്. അത് കഴിഞ്ഞുള്ളത് വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും എപ്പോഴും കുറെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാവരും, നമ്മുടെ അമ്മമാരാണെങ്കിലും നമ്മുടെ ആന്റിമാരാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു ഫേസ് വാഷ് ആണ്. ഫെയർ ആൻഡ് ലവ്ലിയുടെ പേര് മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഫേസ് വാഷ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ 3 ഫേസ് വാഷ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടുക എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേസ് വാഷ് ആണ് എന്ന് എനിക്കറിയാം. ബട്ട് 3 ഫേസ് വാഷ് ആണ് നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്കത് എങ്ങനെ യൂസ്ഫുൾ ആയി, എനിക്ക് എന്താണ് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് വേണ്ടി നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിനുമുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ഡേയ്സ് ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ സുഖവിവരം അന്വേഷിച്ചില്ല നമുക്ക് എന്താണ് അല്ലേ എന്നല്ലേ നിങ്ങൾക്ക് വിചാരിക്കുന്നത്. എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നത് എല്ലാവർക്കും സുഖമാണോ എന്ന്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് ഫേസ് വാഷ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടുക എന്നല്ല, നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ എന്തൊക്കെയാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫേസ് വാഷ് തന്നെ എടുക്കാം. അത് വേറൊന്നുമല്ല, വോവ് എന്ന പേര് പോലെ തന്നെ ഇതൊരു വോവ് തന്നെയാണ് സംഭവം. അമേസിംഗ് ഫേസ് വാഷ് ആണ്, നല്ല അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. എനിക്ക് എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിടിക്കാത്ത ആൾക്കാരും കാണുമായിരിക്കും. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരും കാണും. ഞാൻ എൻ്റെ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ട്, റിസൾട്ട് ഉള്ളതും ഇല്ലാത്തതും. ഒരുപാട് പേര് പലരും പല രീതിയിലാണ് ഇതിന്റെ റിവ്യൂ ഇട്ടേക്കുന്നത്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷ് തന്നെയാണിത്. എന്ന് വെച്ചാൽ ഒരുപാട് പേരും പറയുന്ന ഒരു ഗുഡ് റിവ്യൂ തന്നെയാണ് ഇതിന്റെ, ഗുഡ് റിസൾട്ട് തരുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണെന്നാണ് ഒരുപാട് പേരും പറയുന്ന കാര്യം. അപ്പം ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് വോവിന്റെ ആപ്പിൾ സിഡർ വിനെഗർ ഫോമിംഗ് ഫേസ് വാഷ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇത് റേറ്റ് എത്ര നോക്കാം. ഇതിന് 399 റുപ്പീസ് ആണ്. 399 റുപ്പീസ് എന്ന് പറയേണ്ട 400 റുപ്പീസ് തന്നെയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനൊരു അട്രാക്റ്റീവ് ബോട്ടിലാണ്. എനിക്കിതിനകത്ത് ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്കിത് മേടിക്കണം എന്ന് തോന്നാൻ കാരണം തന്നെ ഇതിന്റെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോട്ടിലാണ് എന്നെ ഇതിലോട്ട് ആകർഷിച്ചത്. ഈ നല്ലൊരു അടിപൊളി ഒരു സിലിക്കോൺ ബ്രഷ് ആണ് ഇതിനകത്തുള്ളത്. അതിന്റെ കൂടെ ആ ഒരു ബ്രഷിനെ കവർ ചെയ്യാൻ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു ക്യാപ്പ് ഉണ്ട്. ബിക്കോസ് നമ്മളിപ്പം ഈ ഒരു സിലിക്കോൺ ബ്രഷ് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് വാഷ് നമ്മൾ കൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കും. വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, വല്ല പാറ്റയോ പല്ലിയോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഇതിൽ കയറി നക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വൃത്തികേട്ട കാര്യങ്ങൾ ഇതിൽ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ സ്വഭാവം ഉള്ളവരാണെങ്കിൽ നോർമലി
നമ്മളിത് വാഷ് ഒന്നും ചെയ്യത്തില്ല, ഓടിപ്പോയി എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. അപ്പൊ ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള എന്താ പറയാ അഴുക്കും അതിന്റെ അലർജിക് റിയാക്ഷൻ ഒക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവര് നല്ലൊരു കെയറിങ് ഈ ഒരു സിലിക്കോൺ ബ്രഷിന് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ക്യാപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്, 399 റുപ്പീസ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫേസ് വാഷിന്റെ മാത്രമല്ല ഈ ഒരു ബോട്ടിലിന്റെ റേറ്റ് കൂടി അവർ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ലിക്വിഡ് ഫേസ് വാഷ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ പ്രസ് നമ്മളിങ്ങനെ നോർമലി ഉള്ള ഫേസ് വാഷ് പോലെയല്ല, ഇതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്നൊരു ഫോം വരും, അതാണ് നമ്മുടെ ഫേസിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ സിലിക്കോൺ ബ്രഷ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണിത്. പിന്നെ എന്തൊരു കാര്യമാണെങ്കിലും ഒരുപാട് എന്താ പറയാ പിമ്പിൾസ് ഒക്കെ ഉള്ളവര് ഈ ബ്രഷ് കൊണ്ട് ഒരുപാട് ഹാർഷായിട്ടൊന്നും ഉരയ്ക്കരുത്. കാരണം നമ്മുടെ പിമ്പിൾസ് ഒക്കെ പൊട്ടാനും അതുപോലെ തന്നെ അതിങ്ങനെ പടരാനും ഒക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏത് കാര്യമാണ് നമുക്ക് അറിയാലോ, ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്ത് കാര്യം ഫേസിൽ അപ്ലൈ ചെയ്താലും വളരെ ജെന്റിൽ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക. എന്നാലേ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്തൊരു 4 ഹോൾസ് ഉണ്ട്. ഈ ഹോൾ കൂട്ടാണ് ആ ഫോം നമ്മുടെ ഫേസിലോട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ഫേസ് വാഷ് പോകരുത് ഓപ്പൺ ചെയ്തിട്ട്. ഇങ്ങനെ ഒരു ബ്രഷ് ആണ്, ഒരു ഇതാണ് ബ്രഷ് അല്ല, ഒരു നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അതുപോലെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടാണ് ഈ ഫേസ് വാഷ് അകത്ത് ഈ ഒരു ബ്രഷിലൂടെ വരുന്നത്. അപ്പം ഇതാണ് സംഭവം. നല്ല അടിപൊളി അട്രാക്റ്റീവ് ഒരു ബോട്ടിലാണ് ഇതിൻ്റെത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരും ഇത് മേടിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുമ്പം ഫേസിൽ ഹാം അല്ലേ, അത് നമുക്ക് ഫേസിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അങ്ങനെയൊന്നുമില്ല. ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡ് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് വാഷിൽ നമ്മളെ വേറെ രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നോക്കുന്ന കാര്യം പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ക്രീമുകളാണെങ്കിലും ഷാംപൂസ് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും നമുക്ക് ഇതെല്ലാം പാരബൻ ഫ്രീ ആയിട്ടുള്ള വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ വിമൻസിനാണെങ്കിലും മെൻസിനാണെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അട്രാക്ട് ചെയ്തിട്ട് അവർക്ക് ഇത് മേടിക്കാനുള്ള ചാൻസസ് കൂടും. കാരണം പാരബൻ ഫ്രീ എന്ന് എഴുതിയേക്കുന്നുണ്ട് തന്നെ. പിന്നെ ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല. ഒരുപാട് പേർക്കും ഇത് മേടിക്കാൻ പറ്റാത്ത ആൾക്കാരും കാണും കേട്ടോ. അപ്പം ഇത് മേടിക്കാൻ പറ്റുന്നവർക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ഇതിനകത്ത് ഓർഗാനിക് സർട്ടിഫൈഡ് ഹിമാലയൻ ആപ്പിൾ സിഡർ വിനെഗർ ആൻഡ് അലോവേര എക്സ്ട്രാക്ട് ആൻഡ് വൈറ്റമിൻ B5 ആൻഡ് വൈറ്റമിൻ E ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. പിന്നെ അലോവേര എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഫേസ് വാഷ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് 100 ml ഉള്ളൂ. അതിനാണ് ഈ 399 രൂപ നമ്മൾ കൊടുക്കുന്നതെന്ന് ആദ്യം ആലോചിക്കണം. എന്നിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ. നമ്മൾ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. ഇപ്പം ഞാനിത് മേടിച്ച് യൂസ് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ച് യൂസ് ചെയ്തതാണ്. ബട്ട് ഇതിന്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷിന്റെ റേറ്റ് പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ റേറ്റ് കൂടിയ പ്രോഡക്റ്റിനും റേറ്റ് ഒരുപാട് കുറഞ്ഞ പ്രോഡക്റ്റിനും ഒക്കെ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പം ഇതിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു 1 വീക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നോർമൽ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ബിക്കോസ് ഇത് ആപ്പിൾ സിഡർ വിനെഗർ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ബെസ്റ്റ് ആണ്, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം പിമ്പിൾസ് ആക്നി പ്രോൺ സ്കിൻ ഉള്ളവരൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലർ പറയുന്നുണ്ട് ഈ ആക്നീസ് ഒക്കെ നമ്മൾ ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസിലൊക്കെ ചില ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ ഇത് കാരണമാവുന്നുണ്ട് ചിലരെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇത് കോമ്പിനേഷൻ സ്കിന്നിനാണെങ്കിലും ഓയിലി സ്കിന്നിനാണെങ്കിലും ബെസ്റ്റ് ആണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഫേസിലെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ റിമൂവ് ചെയ്തിട്ട് നോർമലി നമുക്ക് ഫേസിന് ആവശ്യമായ ഒരുപാട് ഡ്രൈ ആവുന്ന ഫേസ് കാണാൻ ഒരു ഭംഗിയില്ല അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചിലരെങ്കിലും പറയാറുണ്ട് എന്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആണ്, എനിക്ക് ഭയങ്കര ബോറാണെന്ന് പറയുന്നവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ
അതുപോലെ എക്സസ് ആയിട്ടുള്ള ഓയിലുള്ള ഫേസ് കാണാനും യാതൊരു ഭംഗിയില്ല കേട്ടോ. അപ്പൊ നോർമലി ഒരു ഓയിൽ കണ്ടന്റ്, ഒരു ഓയിൽ എഫക്ട് നമ്മുടെ ഫേസിനുണ്ട്, നോർമലി വരുന്നതാണത്. അത് ആ ഒരു ഇത് നമ്മുടെ ഫേസിൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ മാതിരി വലിഞ്ഞു മുറുകി വരും. നമ്മൾ ചില ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കാണാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസിൽ അതിങ്ങനെ വലിഞ്ഞു മുറുകിയ പോലെ നമുക്കിങ്ങനെ തോന്നും. ഫേസ് ഇങ്ങനെ ഒരുമാതിരി വലിഞ്ഞ് വരണ്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് ഫേസിലെ ഫുൾ ഓയിൽ കണ്ടന്റ് വലിച്ചു കളയുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസ് ഇങ്ങനെ വല്ലാതിരിക്കുന്നത്. ബട്ട് ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗറിന്റെ ഈ ഒരു വോവിന്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ഓയിൽ കണ്ടന്റ് വലിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഓയിൽ കണ്ടന്റ് നമ്മുടെ ഫേസിൽ നിലനിർത്താൻ ഈ ഒരു ഫേസ് വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗറിന്റെ വോവിന്റെ ആപ്പിൾ സിഡർ വിനെഗർ ഫേസ് വാഷ്, ഫോമിംഗ് ഫേസ് വാഷ് നല്ല അടിപൊളി ഒരു ഫേസ് വാഷ് ആണ്. 399 rupees എന്നത് ഒഴികെ ബാക്കിയെല്ലാം സൂപ്പർ ആണ്, നല്ല സൂപ്പർ ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് വാഷ് തപ്പുന്നവർക്ക് ഈ ഒരു ഫേസ് വാഷ് മേടിക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു ഫേസ് വാഷ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ലോട്ടസ് ഹെർബൽസിന്റെ വൈറ്റ് ഗ്ലോ 3-in-1 ഡീപ് ക്ലെൻസിംഗ് സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ ഫോം ആണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് ഇതൊരു ഒരുപാട് റേറ്റ് കുറവെന്നല്ല, ഒരു 225 rupees ആണ്. മറ്റേ 399 rupees ഒരു ഫേസ് വാഷ് ആണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗറിന്റെ. ഇത് 225 rupees ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് 100 gram ആണ് കേട്ടോ. മറ്റേ 100 ml ആണ്, 100 ml ആണ്. ഇത് 100 gram ആണ്. ഇതെന്ന് പറയുന്നത് 3-in-1 ഡീപ് ക്ലെൻസിംഗ് സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ ഫോം ആണ്. ഇതിനകത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മെലാനിൻ പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. നോർമലി ഈ ഒരു ലോട്ടസ് ഹെർബൽസിന്റെ വൈറ്റ് ഗ്ലോയുടെ തന്നെ ഒരു ക്രീം, എന്റെ റിവ്യൂ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ക്രീമിന്റെ തന്നെ ഒരു ഫേസ് വാഷ് ആണ് ഇതെന്ന് പറയുന്നത്. ആ ഒരു ക്രീമിൽ പറയുന്ന കാര്യം തന്നെയാണ് മെലാനിൻ പ്രൊഡക്ഷൻ, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് അതിന്റെ ഈ ഒരു എന്താ പറയുന്ന ഫേസ് വാഷിലും ഉള്ളത്. എക്സസ് ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഡീപ് ക്ലെൻസസ്, വൈറ്റൻസ്, ബ്ലോക്ക് മെലാനിൻ പ്രൊഡക്ഷൻ എന്നിവരത് സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടൈപ്സിനും ബെസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ആപ്പിൾ സിഡർ വിനെഗറിന്റെ ഫേസ് വാഷ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഓൾ സ്കിൻ ടൈപ്സിനും ബെസ്റ്റ് ആണ്. ആപ്പിൾ സിഡർ വിനെഗറിന്റെ ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് അറിയാൻ പറ്റില്ല, ഈ ആക്നി ഒക്കെ ഉള്ള സ്കിൻ ടൈപ്പിന് അത് എങ്ങനെ ഒത്തിരി ചിലരിലെങ്കിലും ഒക്കെ ചില എന്താ പറയുക ചില ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ബട്ട് ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഒരുപാട് പേരും പറയുന്നത് ഒരു നല്ല ഫേസ് വാഷ് തന്നെയാണെന്നാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ചാൽ ഇത് പാരബിൻ ഫ്രീ ഒന്നുമല്ല. പാരബിൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അലോവേര എക്സ്ട്രാക്റ്റും മിൽക്ക് എൻസൈംസും ധാരാളമായിട്ട് ഈ ഒരു ഫേസ് വാഷിൽ അടങ്ങിയിട്ടുണ്ട്. അത് മിൽക്ക് എൻസൈംസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഫേസിനെ ഗ്ലോ ചെയ്യിക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസിൽ ഉണ്ടാകുന്ന ഡേർട്സും ഇംപ്യൂരിറ്റീസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആപ്പിൾ സിഡർ വിനെഗറിന്റെ ഫേസ് വാഷ് പറഞ്ഞ പോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫേസ് വാഷ് വലിച്ചു കളയുന്നില്ല. ഈ ഒരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനകത്ത് ഒരു ജസ്റ്റ് ഒരു ഓയിൽ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നിന് വേണ്ട ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഓയിൽ കണ്ടന്റ് ഒക്കെ ഫേസിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇത് ഞാനിപ്പോ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആപ്പിളിന്റെ ഹോൾ വീഡിയോ ചെയ്തപ്പം അതിനകത്ത് ചെയ്ത 2 ഫേസ് വാഷ് ആണ് ഈ 2 ഫേസ് വാഷും. ഈ ആപ്പിൾ സിഡർ വിനെഗറിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ലോട്ടസ് ഹെർബൽസിന്റെ ഫേസ് വാഷും ഞാൻ പർപ്പിളിലൂടെ തന്നെയാണ് ഇത് മേടിച്ചത്. ഈ 2 ഫേസ് വാഷും എന്റെ സ്കിന്നിന് നല്ല സ്യൂട്ട് ആവുന്ന 2 ഫേസ് വാഷ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. നോർമലി ഈ ഒരു റേറ്റിന് 225 rupeesന് ഈ ഒരു ഫേസ് വാഷ്, ഈ ഒരു ലോട്ടസ് ഹെർബൽസിന്റെ ഈ ഒരു ഫേസ് വാഷ് വളരെ നല്ല ഫേസ് വാഷ് ആണ്. ബട്ട് ഇതിനകത്ത് പാരബിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മെയിൻ ഇതായിട്ട് അവർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇത് വളരെ അധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും ബ്രൈറ്റൻ ആവാനും ലൈറ്റൻ ചെയ്യാനൊക്കെ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മിനറൽസ് ആൻഡ് മിൽക്ക് എൻസൈംസ്, അലോവേര ജെൽ, അലോവേര എക്സ്ട്രാക്ട് ഒക്കെ ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന സെബം പ്രൊഡക്ഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം നോർമലി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേസ് വാഷ് തന്നെയാണിത്. 225 rupees ആണിത്.
വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് വാഷ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ഫേസ് വാഷ് ആണ്. തേർഡ് ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഒരു ഫേസ് വാഷ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഇതാണ് ഈ ഒരു ഫേസ് വാഷ്. ഇത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ആർക്കും, ഇവൻ കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് ഒരു ചെറിയൊരു തുക എടുത്തിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത്. ഈ ഒരു ഫേസ് വാഷ് എന്താണെന്നറിയില്ല, ഈ ഒരു 3 ഫേസ് വാഷ് കാണിച്ചതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് വെറും 65 രൂപ ഈ ഒരു ഫേസ് വാഷിനുള്ള. ഡിസൈൻ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് അവരും എഴുതിയിരിക്കുന്നത്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്നൊക്കെ അവരിനകത്ത് പറയുന്നുണ്ട്. ഫെയർ ആൻഡ് ലവ്ലിയുടെ പ്രോഡക്റ്റ് നമുക്കറിയാം, ഫെയർ ആൻഡ് ലവ്ലി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ ഫെയർ ആൻഡ് ലവ്ലി തരാറുണ്ട്. ഫെയർ ആൻഡ് ലവ്ലി പലരും പറയുന്ന കേൾക്കാൻ മാത്രം നല്ലൊരു പ്രോഡക്റ്റ് അല്ല. കാരണം ഇപ്പൊ നല്ല നല്ല പ്രോഡക്റ്റുകൾ, പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് പഴയതിലൊക്കെ ഒരു ഇഷ്ടക്കേടും അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം നമുക്ക് മനുഷ്യരിലുണ്ടല്ലോ അല്ലെ. ബട്ട് എനിക്ക് എന്നും ഫെയർ ആൻഡ് ലവ്ലി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ ഒരു കഴിഞ്ഞൊരു ഇട വരെ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ മേടിച്ച് യൂസ് ചെയ്യാവുന്ന സാധനം തന്നെയാണ് ഫെയർ ആൻഡ് ലവ്ലി. അപ്പൊ ഈ ഒരു ഫേസ് വാഷും ഞാൻ അതുപോലെ തന്നെ മേടിച്ചതാണ്. എനിക്ക് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഫേസ് വാഷ് കണ്ടപ്പം മേടിച്ച് യൂസ് ചെയ്യാൻ തോന്നിയിട്ട് തന്നെ മേടിച്ചൊരു ഫേസ് വാഷ് ആണ്. അപ്പോ ഇതിന്റെ പേര് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്, ഗ്ലോ ആൻഡ് ലവ്ലി എന്നൊക്കെ ആക്കിയിട്ടുണ്ട് അവര്. ഇതിനകത്ത് അവര് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്നുണ്ട്, അതുപോലെ വിത്ത് ബ്രൈറ്റൻ മൾട്ടി വൈറ്റമിൻസ്. മൾട്ടി വൈറ്റമിൻസ് ധാരാളം ഉണ്ടെന്നൊക്കെയാണല്ലോ ഫെയർ ആൻഡ് ലവ്ലി ക്ലെയിം ചെയ്യുന്ന കാര്യം. അത് നമുക്കറിയാം. എന്റെ ക്രീമും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡിസൈൻ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഇത് യൂണിലിവറിന്റെ ആണ്, നമുക്കറിയാം ഫെയർ ആൻഡ് ലവ്ലിയുടെ പ്രോഡക്റ്റ് യൂണിലിവറിന്റെ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ആണ് നല്ല സൂപ്പർ റേറ്റ് ആണ്, 65 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കൊക്കെ നല്ലൊരു ഫേസ് വാഷ് വേണമെങ്കിൽ നമുക്ക് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് വളരെ കോസ്റ്റ്ലി ഒന്നും അല്ല, വളരെ വില കുറഞ്ഞ, കോസ്റ്റ് കുറഞ്ഞ, നമുക്ക് നന്നായിട്ട് ഏത് തരം ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, പേഴ്സിൽ അല്ലെങ്കിൽ ഒരു ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ്. ഞാനിപ്പോ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ, കുറച്ച് ഇട കൊണ്ട് ഈ ഒരു ഫേസ് വാഷ് എപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും എനിക്ക് ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് തന്നെ മുഖം കഴുകണം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, വളരെ കുറച്ച് ക്വാണ്ടിറ്റി, വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഈ ഒരു ഫേസ് വാഷിൽ എടുത്താൽ മതി. വളരെ കുറച്ച് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കുറച്ച് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി ഒരു ഫേസ് വാഷ് കൊണ്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാൻ. ഫുൾ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് നമ്മുടെ ഫുൾ ഫേസും കഴിയാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഇത് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ ഫേസ് വാഷിന്റെ വേറെ കുഴപ്പം, എനിക്ക് തോന്നിയ ഒരു കുഴപ്പം, നമ്മുടെ ഫേസിലുള്ള എല്ലാ ഓയിൽ കണ്ടന്റും ഇത് വലിച്ചു കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല ഇങ്ങനെ എന്താ പറയാ, നല്ല ഡ്രൈ ആയ പോലെ ഒന്നും ഫേസിലില്ല. എല്ലാ ഫുള്ള് അകത്തൊക്കെ ഉള്ള എല്ലാ ഓയിൽ കണ്ടന്റ് വരെ വലിച്ചു കളയുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒത്തിരി ഓയിൽ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒട്ടും ഓയിൽ കണ്ടന്റ് വേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് ഓയിൽ കണ്ടന്റ് ഒക്കെ വലിച്ചു കളയുന്ന ഒരു ഫേസ് വാഷ് ആണ്. കുറച്ച് നേരത്തേക്ക് മുഖം നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട് കേട്ടോ. ബട്ട് എന്താണെന്നറിയില്ല, എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് ഈ 3 ഫേസ് വാഷിന്റെ കൂടുതലും ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫേസ് വാഷ്. ഇത് വെച്ച് ഫേസ് ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും ഞാൻ ഇത് വെച്ച് ഫേസ് കഴുകാറുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. നമുക്കറിയാം ഫെയർ ആൻഡ് ലവ്ലിയുടെ പ്രോഡക്റ്റ് പണ്ട് മുതലേ ഉള്ളതാണ്. ആർക്കും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാത്തൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഫെയർ ആൻഡ് ലവ്ലിയുടെ അല്ലേ. അപ്പം നോർമലി നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ഫേസ് വാഷ് വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഫേസ് വാഷ് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. ടു ടേക്ക് എ സ്മോൾ എമൗണ്ട് ടു മേക്ക് എ ലോട്ട് ഓഫ് ലെതർ. അപ്പം നല്ല ലെതർ ലൈക്ക് ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. ഒരു വെൽവെറ്റി ഒരു ടൈപ്പാണ് ഇത്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത ഒരു വെൽവെറ്റി എഫക്റ്റ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ജെന്റ്ലി മസാജ് യുവർ ഫേസ്, വാഷ് യുവർ ഫേസ് ടു റിവീൽ ഗ്ലോയിങ് സ്കിൻ ഇൻസ്റ്റന്റ്ലി. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ നമുക്ക് തരാൻ ഈ ഒരു ഫേസ് വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അവർ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ പോയി കരിഞ്ഞൊക്കെ വരുമ്പോൾ, നല്ല ടാനൊക്കെ പറ്റി വരുമ്പോൾ ഒന്ന് ഇതുകൊണ്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ തോന്നാറുണ്ട്. അപ്പൊ ഇതൊരു അടിപൊളി ഫേസ് വാഷ് ആണ്. എന്താ പറയാ, നമ്മുടെ 3 ഫേസ് വാഷ് നമ്മൾ കണ്ടു. ഒന്ന് വോവിന്റെ ആപ്പിൾ സിഡർ വിനെഗർ ഫോമിംഗ് ഫേസ് വാഷ് ആയിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോട്ടസ് ഹെർബൽസിന്റെ വൈറ്റ് ഗ്ലോ 3-in-1 ഡീപ് ക്ലെൻസിംഗ് സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ ഫോം ആണ്.
നെക്സ്റ്റ് വൺ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ആൻഡ് ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഒരു ഫേസ് വാഷ് ആണ് കണ്ടത്. അങ്ങനെ ഈ 3 ഫേസ് വാഷ് ആണ് നമ്മൾ ഇന്ന് ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ 3 ഫേസ് വാഷും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് ആണ്. നല്ല റിവ്യൂസ് ഉണ്ട്. ഈ 2 ഫേസ് വാഷിന് നല്ല റിവ്യൂസ് ഉണ്ട്. ഫെയർ ആൻഡ് ലവ്ലി ഫേസ് വാഷിന്റെ റിവ്യൂ ഒന്നും നോക്കുന്നൊന്നുമില്ല. പണ്ട് മുതലേ ഉള്ള പ്രോഡക്റ്റ് ആണ്. നമുക്കത് ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കേൾക്കാനാണ് താല്പര്യം കേട്ടോ. നമുക്ക് എന്തൊരു വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ കൂടുതൽ അധികം ഇനി പറഞ്ഞ് മുന്നോട്ട് പോകണ്ട. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ ബൈ.